ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭിയും ഡേവിഡും നാഗേന്ദ്രയും കൂടി റെഡിയാക്കിയിട്ടുള്ള ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ആദർശ് നന്ദുവിനെ രക്ഷപ്പെടുത്തി നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആ ഗോഡൌണിൽ വെച്ച് നന്ദു ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും എടുത്ത ഫോണിൽ നിന്നും ആ നമ്പർ എടുത്ത് സേവിയറിനും അതുപോലെ തന്നെ സൈബർ സെല്ലിനും അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സേവിയർ ആ നമ്പർ ഏത് ലൊക്കേഷനിലാണ് ഉള്ളതെന്നൊക്കെയുള്ളത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആദർശിന് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നന്ദുവും ആദർശും അവിടെ ചെല്ലുമ്പോഴേക്കും നാഗേന്ദ്രൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. മറ്റൊരു ഗുണ്ട ഇതേ സമയത്ത് തന്നെ നാഗേന്ദ്രനെ വിളിച്ച് നന്ദു രക്ഷപ്പെട്ട വിവരം അറിയിക്കുകയും നന്ദു ഒരാളുടെ ഫോൺ എടുത്തുകൊണ്ടാണ് പോയേക്കുന്നതെന്നും സാറ് വിളിച്ച നമ്പർ ട്രേസ് ചെയ്ത് അവരങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് സാറ് അവിടുന്ന് മാറി നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ ഗുണ്ട. ഇതറിഞ്ഞ ഉടനെ തന്നെ നാഗേന്ദ്രൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അയാൾ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഹോട്ടലിലേക്ക് തന്നെയാണ്. അതിനുശേഷമാണ് നന്ദുവിനെയും കൂട്ടി ആദർശ് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നത്. ഗസ്റ്റ് ഹൗസിൽ എത്തിയ ഉടനെ തന്നെ നയന എല്ലാ കാര്യങ്ങളും നന്ദുവിനോടും ആദർശിനോടും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ശത്രുവശത്തുള്ളവരെ എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണെന്നും ഇതൊരു മുൻകരുതലായിട്ട് എടുത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം മുന്നോട്ട് നീങ്ങാനെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുത്ത ആ നമ്പർ വെച്ചിട്ട് തന്നെ അത് ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് നന്ദുവിന് ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സൈബർ സെല്ലിൽ നിന്ന്. സേവിയർ വരച്ചു നൽകിയതും ഇപ്പം അവർ അയച്ചു കൊടുത്തതും ഏകദേശം ഒരേപോലത്തെ ഫോട്ടോ തന്നെയായിരുന്നു. നന്ദുവും ആദർശും നയനയും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഈ കാര്യങ്ങളെല്ലാം. എന്നിട്ടും അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. എവിടെ വെച്ചോ കണ്ടു മറന്ന ഒരു പരിചയം മാത്രമാണ് ആദർശിനുള്ളത്. അങ്ങനെ നന്ദുവും നയനയും പറയുന്നുണ്ട് വീട്ടിൽ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് അവർക്ക് ഇയാളെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കാൻ. അങ്ങനെ ആദർശ് ആ ഫോട്ടോ നേരെ അയച്ചു കൊടുക്കുന്നത് ജയന് തന്നെയാണ്. എന്തായാലും മുത്തശ്ശനും അച്ഛനും ഒക്കെ ഇയാളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുമായിരിക്കും. നമ്മുടെ കമ്പനിയിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. ഇയാൾക്ക് നമ്മളോട് ഇത്രയധികം ശത്രുത കാണിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെയുള്ളത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ജയൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ നമ്മുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാമെങ്കിൽ നമ്മുടെ അന്വേഷണത്തിന് അതൊരു പുതിയ വഴിത്തിരിവാവെന്ന് പറയുകയാണ് നയനും ആദർശും. നമ്മുടെ തറവാടിനെയും സ്ഥാപനങ്ങളെയൊക്കെ തകർക്കാൻ മാത്രം ഇയാൾക്ക് നമ്മളോട് ഇത്രയും ശത്രുത വരാൻ കാരണം എന്താണെന്നൊക്കെ കണ്ടുപിടിക്കണമെന്നും പറയുന്നുണ്ട് നയന. അങ്ങനെ ആദർശ് അയച്ചു കൊടുത്ത നാഗേന്ദ്രന്റെ ഫോട്ടോ കണ്ടിട്ട് ജയൻ ആകെ ഷോക്കായിരിക്കുകയാണ്. പക്ഷേ ആദർശ് എന്തിനാണ് ഇത് അയച്ചു കൊടുത്തതെന്ന് ജയൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. ജയൻ ആദർശ് അയച്ചു കൊടുത്ത നാഗേന്ദ്രന്റെ ഫോട്ടോ ദേവയാനിയും കാണിക്കുന്നുണ്ട്. ദേവയാനിക്കും അത് ആരാന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു മുഖം അത്ര മാത്രമേ ദേവയാനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ജയൻ പറയുന്നുണ്ട് ഇത് നാഗേന്ദ്രനാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് ജ്വല്ലറിൽ തിരിമറി നടത്തുകയും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് വിറ്റതിന്റെ പേരിലൊക്കെ അച്ഛൻ ഇവനെ അപമാനിച്ച് അടിച്ചിറക്കി വിട്ടതാണെന്നും ആ ഒരു പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്നും അന്ന് തന്നെ അയാൾ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ നമ്മുടെ അച്ഛനോടും നമ്മളോടും ഒക്കെ എത്രമാത്രം ശത്രുതയുണ്ടെന്നും വൈരാഗ്യം ഉണ്ടെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അയാൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരിക്കലും അയാൾ തിരിച്ചു വരുമെന്നും ഇതിനൊക്കെ തക്കതായ ഒരു തിരിച്ചടി തരുമെന്നും ഒക്കെ. അന്ന് അനന്തപുരിയുടെയും മൂർത്തീസ് ജ്വല്ലറിയുടെയൊക്കെ നാശമായിരിക്കുമെന്ന് അയാളന്ന് പറഞ്ഞത്. അതൊക്കെ ഞാനന്ന് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പൊ അതൊക്കെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട സമയമായിരിക്കാം. ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇവനാണെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. ഒന്നുകിൽ നമ്മൾ സംശയിക്കുന്ന പോലെ തന്നെ എയും ജ്വല്ലറിയുമായി എന്തോ ഒരു ബന്ധം ഇയാൾക്ക് ഉണ്ടാവണം. ഈ നാഗേന്ദ്രനും എയും ജ്വല്ലറിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ഇത് ആദർശ് അയച്ചു തന്ന ഫോട്ടോ ആണ്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടെന്നുള്ളത് ഉറപ്പാ. ഇതേപ്പറ്റി അച്ഛനോട് കൂടി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു തന്നെ ജയൻ ആദർശ് അയച്ചു കൊടുത്ത ഫോട്ടോയുമായി മുത്തശ്ശന്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. പത്രം വായിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശൻ നാഗേന്ദ്രനെ കാണുമ്പോഴേക്കും ശുഭിതനാവുകയാണ്. എന്തിനാണിപ്പോൾ ഇവന്റെ ഫോട്ടോ നീ എന്നെ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ജയനോട് ചൂടാവുകയാണ് മുത്തശ്ശൻ. ജയൻ പറയുന്നുണ്ട് ഇത് ആദർശ് അയച്ചു തന്ന ഫോട്ടോ ആണച്ചാ, ഇത് ആരാണെന്ന് അറിയാമോ എന്ന് അവൻ ചോദിച്ചതെന്നൊക്കെ പറയുകയാണേ. ഇത് നാഗേന്ദ്രനാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ ഞാനത് അവനോട് പറഞ്ഞില്ല. നമ്മുടെ ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണല്ലോ ആദർശ്. അവന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നാഗേന്ദ്രന്റെ ഫോട്ടോ അവന്റെ കയ്യിൽ കിട്ടിയതായിരിക്കും. ഇനിയൊരു പക്ഷേ നമ്മുടെ ശത്രുവിനെ മറഞ്ഞിരുന്ന് ഇവൻ സഹായിക്കുന്നുണ്ടോന്നും എനിക്കൊരു ചെറിയ സംശയമുണ്ടെന്നൊക്കെ പറയുകയാണ് ജയൻ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് നാഗേന്ദ്രനെ കുറിച്ച് കേൾക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രയ്ക്ക് വെറുപ്പും ദേഷ്യവുമാണ് എന്റെ മനസ്സിൽ. അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാവല്ലോ ജയ. അവനെ ഞാൻ ഈ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത് എന്തിനാണെന്ന് നിനക്കറിയാവല്ലോ. അങ്ങനെയുള്ളപ്പോ ഈ ഫോട്ടോയുമായിട്ട് നീ എന്റെ മുമ്പിലേക്ക് വന്നത് എന്തിനാ? നിന്റെ മോൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഫോട്ടോ നിനക്ക് അയച്ചു തന്ന് എന്നെ കാണിക്കാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ആരാണെന്ന് അറിയാമോന്ന് ചോദിച്ചാൽ അവൻ ഈ ഫോട്ടോ എനിക്ക് അയക്കില്ലല്ലോ അച്ഛാ. അവന്റെ അന്വേഷണത്തിൽ എവിടെയോ അവൻ ഇയാളിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ എന്നോട് ചോദിച്ചത്. ചിലപ്പോൾ നമുക്ക് ഇയാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവും.
എന്തായാലും ഇത് നാഗേന്ദ്രനാണെന്നുള്ള കാര്യം അവൻ അറിയില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നാഗേന്ദ്രനെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കി വിടുന്ന സമയത്ത് അനിയും ആദർശും അഭിയും ഒക്കെ ചെറിയ കുട്ടികളായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ അത്ര ഓർമ്മ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അയച്ചതല്ലായിരിക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. എന്നിട്ടും യഥാർത്ഥ ശത്രുവിനെ ഇപ്പോഴും അവൻ കണ്ടുപിടിച്ചിട്ടില്ല. ആദ്യം നിന്റെ മോനോട് ഈ നാഗേന്ദ്രനും മറഞ്ഞിരുന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന ശത്രുവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. റൂമിൽ ചെന്നിട്ടും മുത്തശ്ശൻ ഇത് തന്നെയാണ് കേട്ടോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശനോടും നയനയോടും ദേഷ്യമുള്ള പോലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ആദർശ് നമ്മുടെ ശത്രുക്കൾക്ക് അരികിലെത്തി എന്നുള്ള ഒരു ആശ്വാസമാണ് മുത്തശ്ശന്റെ മനസ്സിൽ. ഇപ്പോൾ അനന്തപുരിയിലും മൂർത്തീസ് ജ്വല്ലറിയിലും ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ നാഗേന്ദ്രന്റെ കൈകൾ ഉണ്ടോ എന്ന് കൂടി കണ്ടുപിടിക്കണം. എന്നെയും എന്റെ കൊച്ചുമക്കളെയും എന്റെ കുടുംബത്തെയും സ്ഥാപനങ്ങളെയും ഒക്കെ തകർക്കാൻ കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇവനെങ്കിൽ അത് ഇവന്റെ അവസാനമായിരിക്കും. പിന്നെ അവൻ ജീവിതാവസാനം വരെ ജയിലിലായിരിക്കും. അവനെ ഞാൻ പുറംലോകം കാണിക്കില്ല എന്നൊക്കെ മുത്തശ്ശൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ നിങ്ങൾ ഇത്ര ആലോചനയിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശിയോടും മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ജയൻ ആദർശിനെ വിളിച്ചിട്ട് നീ അയച്ചു തന്ന ഫോട്ടോയിലുള്ള ആള് വേറെ ആരുമല്ല നാഗേന്ദ്രനാണെന്നുള്ള സത്യങ്ങളൊക്കെ പറയുകയാണ്. ജലജയുടെ ഭർത്താവ്, അഭിയുടെയും അവന്തികയുടെയും അച്ഛൻ എന്ന് പറയുമ്പോൾ ആദർശിന് ശരിക്കും ഷോക്കാവുകയാണ് കേട്ടോ. നിനക്ക് എവിടുന്ന ഈ ഫോട്ടോ കിട്ടിയതെന്ന് ചോദിക്കുകയാണ് ജയൻ. ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ അന്ന് നന്ദു എയും ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിൽ ഹോട്ടൽ റെയ്ഡ് ഒക്കെ ചെയ്തായിരുന്നല്ലോ. അന്ന് ഹോട്ടലിന്റെ പിൻവശത്തെ വാതിൽ കൂടി മാസ്കും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അന്ന് അയാളെ പിടികൂടാൻ സാധിച്ചില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു CCTV ക്യാമറയിൽ നിന്നും ആ ഫൂട്ടേജ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. സേവിയർ ആണ് ആ മാസ്കും കൂളിംഗ് ഗ്ലാസും ഒക്കെ മാറ്റിയിട്ടുള്ള ഒരു രേഖാചിത്രം ഞങ്ങൾക്ക് വരച്ചു നൽകിയത്. അന്ന് തന്നെ അയാൾ എവിടെയോ വെച്ച് കണ്ടു മറന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു അച്ഛാ. പക്ഷെ അത് ഇയാളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിനുശേഷം കള്ളക്കടത്ത് സ്വർണവുമായി ബന്ധപ്പെട്ട് നന്ദു AM ജ്വല്ലറിയുടെ MD ആയ ഡേവിഡിനെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടൊന്ന് കുടഞ്ഞൊക്കെ എടുത്തായിരുന്നല്ലോ. അതിന് പകരം വീട്ടാനായി ഇന്നലെ രാത്രി നന്ദുവിന് നേരെ ഒരു ആക്രമണം ഉണ്ടായച്ചാ. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് തലനാരഴിക്കാൻ ഞാൻ നന്ദുവിനെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും ആ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കി നന്ദുവിനെ രക്ഷപ്പെടുത്തി. അവിടെ വെച്ച് അതിലൊരു ഗുണ്ടയുടെ ഫോൺ സെർച്ച് ചെയ്തപ്പോൾ അതിലൊരു നമ്പർ കിട്ടി. ആ നമ്പർ ട്രേസ് ചെയ്ത് ഞങ്ങൾ ആ ലൊക്കേഷനിലേക്കൊക്കെ പോയെങ്കിലും അവിടെ ആളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ആ സമയം കൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. പിന്നീട് നന്ദുവിനെയും കൂട്ടി ഞാൻ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. നന്ദു ആ നമ്പർ ഉടനെ തന്നെ സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇയാളുടെ വ്യക്തമായ ഒരു ഫോട്ടോ കിട്ടുകയും ചെയ്തു. അതാ ഞാൻ അച്ഛൻ അയച്ചതെന്ന് പറയുകയാണ് ആദർശ്. ജയൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ശത്രുക്കൾ ഇത്രയും ക്രൂരത ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ മോനെ? എന്നിട്ട് നന്ദുവിന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, കനകയും ഗോവിന്ദനും ഒക്കെ ഈ വിവരം അറിഞ്ഞായിരുന്ന മോനെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ ആദർശ് പറയുന്നുണ്ട്, ഇല്ലച്ചാ അവരെ അറിയിക്കേണ്ടെന്ന് നന്ദു തന്നെയാ പറഞ്ഞത്. അവരെ അറിയിച്ചാ അവരും ഇനി വെറുതെ ടെൻഷൻ അടിക്കുകയല്ലേ. അങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. കറക്റ്റ് സമയത്ത് അവിടെ ചെന്നുകൊണ്ട് നന്ദുവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇല്ലെങ്കിൽ അവർ നന്ദുവിനെ കൊന്നു കളയാനാച്ചാ തീരുമാനിച്ചിരുന്നത്. എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കാഞ്ഞത് നന്നായി. നെറ്റിയിൽ അത്ര സാരമില്ലാത്തൊരു മുറിവുണ്ട്. അവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയത്. ഇപ്പൊ അവൾ ഗസ്റ്റ് ഹൗസിലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ആദർശ്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോ അച്ഛൻ വേറെ ആരെങ്കിലും കാണിച്ചായിരുന്നോ എന്ന്? നീ അയച്ചു തന്ന ഫോട്ടോ ഞാൻ അച്ഛനെ കാണിച്ചായിരുന്നു മോനെ. അയാളെ കണ്ടപാട് തന്നെ അച്ഛൻ കലിപ്പിലായി. നീ മനഃപൂർവ്വം അച്ഛനെ ദേഷ്യപ്പെടുത്താനായിട്ട് അയച്ചതാണെന്ന് അച്ഛൻ ആദ്യം തന്നെ ചോദിച്ചത്. പിന്നെ നിനക്ക് നാഗേന്ദ്രനെ ശരിക്കും അറിയില്ലല്ലോ. നീയും അബിയും അനിയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മുത്തച്ഛൻ അയാളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ. അതുകൊണ്ട് നിനക്ക് അയാളെ അറിയാത്തത് കൊണ്ടാണ് നീ ആ ഫോട്ടോ അയച്ചു തന്ന് ഇത് ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചെന്നൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മോനെ. ഇത്രയും നാളുകൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നതിൽ എന്തോ ഒരു ഗൂഢതന്ത്രമുണ്ട്. നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് ജയൻ. ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ യഥാർത്ഥ ശത്രു ഇയാളാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛാ. ഇക്കാര്യത്തിൽ മറിഞ്ഞിരുന്ന് നമ്മളെ ആരോ സഹായിക്കാനും ശ്രമിക്കുന്നുണ്ട്. AM ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ കിങ് ഓഫ് കോബ്ര ആണെന്ന് ഒരു സന്ദേശം എനിക്ക് കിട്ടിയിരുന്നു അച്ഛാ. അന്നും എനിക്ക് ഈ ഒരു പേര് കേട്ട് പരിചയമില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഈ നാഗേന്ദ്രൻ തന്നെയാണ് AM ജ്വല്ലറിയുടെ ശരിക്കുമുള്ള ഓണർ. ഇയാളെ ഡേവിഡിനെ മുൻനിർത്തിക്കൊണ്ട് മറിഞ്ഞിരുന്ന നമ്മളെയും നമ്മുടെ ജ്വല്ലറിയും തകർക്കാൻ നോക്കുകയാണ്. ഇനി ഇയാളെ വെറുതെ വിടാൻ പാടില്ല അച്ഛാ. എന്തായാലും ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി എനിക്ക് അറിയാനുണ്ട്. അബിക്കും നവ്യക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് കൂടി കണ്ടെത്തണം. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ തറവാട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ തറവാട് തന്നെ തകർക്കാൻ നോക്കുകയാണെന്നൊക്കെ എനിക്ക് അറിയണം. എന്തായാലും ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയായല്ലോ. നമ്മുടെ ശരിക്കുള്ള ശത്രു ഇയാൾ തന്നെയാണെന്നുള്ളത് ഉറപ്പാക്കണം. എന്നിട്ട് വേണം മുത്തശ്ശന്റെ മുമ്പിൽ ഇയാളുടെ ചീട്ട് കീറാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. എന്തായാലും നമ്മൾ ഇയാളെ തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരം ആരും ഇപ്പൊ അറിയണ്ട. അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ വിവരം ലീക്ക് ഔട്ട് ആകാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ആദർശ് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ അവർ ആ കാര്യം സംസാരിച്ചിട്ട് ഫോൺ വെക്കുകയാണ്.
നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ ആദർശ് കണ്ടെത്തി എന്നൊക്കെ ജയൻ ദേവ്യാനോട് പറയുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനും മടിയില്ലാത്ത കൂട്ടരാണെന്നും അതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും ആരെ അറിയിക്കട്ടെന്നൊക്കെ ആദർശ് പറയുന്നത്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി ദേവ്യാനി, നമ്മുടെ മോനെ എത്രയും പെട്ടെന്ന് തന്നെ തറവാട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഉറപ്പായി. അക്കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു സംശയവും ഇല്ല. നമ്മുടെ മോൻ ശത്രുവിന്റെ അടുത്തെത്തി കഴിഞ്ഞു. അച്ഛന്റെ മനസ്സിലെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി പൂർവാധികം ശക്തിയോടെ നയനമോളെയും കൂട്ടി നമ്മുടെ മോൻ തലയെടുപ്പോടെ തന്നെ തിരികെ തറവാട്ടിലേക്ക് തിരിച്ചെത്തുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് ജയനും ദേവയാനിയും. എന്നാൽ നന്ദുവിനെ കൊലപ്പെടുത്താൻ ഇട്ട പദ്ധതിയൊക്കെ പാളിപ്പോയതിന്റെ ദേഷ്യത്തിലാണ് നാഗേന്ദ്രനും അബിയും ഡേവിഡും അവന്തികയും ഒക്കെ. ഇക്കാര്യത്തിൽ നാഗേന്ദ്രയും അബിയും ഡേവിഡും ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കറക്റ്റ് സമയത്ത് നന്ദുവിനെ രക്ഷിക്കാൻ ആദർശ് അവിടെ എത്തിയതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് തന്നെ അബി പറയുകയാണ്. അല്ലെങ്കിൽ ആ കറക്റ്റ് സമയത്ത് അവൻ എങ്ങനെ ആ ഗോഡൌണിലേക്ക് എത്തി? നമ്മൾ അവളെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയെന്നുള്ളത് അവൻ എങ്ങനെ അറിഞ്ഞു? ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടച്ചാ. നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കാൻ ആരോ നോക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നീക്കങ്ങളും അവരെ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അവര്. നമ്മൾ ഏർപ്പാട് ചെയ്തിരുന്ന ഗുണ്ടയുടെ കയ്യിൽ നിന്നും ഫോൺ എടുത്ത് അതിൽ നിന്ന് എൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് ഞാൻ ഉള്ളിടത്തേക്ക് അവരെത്താൻ നോക്കിയിരുന്നു. അവള് രക്ഷപ്പെട്ടു വന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് സ്ഥലം മാറി. എനിക്കറിയാം അവിടുന്ന് കിട്ടിയ തെളിവുമായിട്ട് അവർ നേരെ എന്നെ തന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുമെന്ന്. എന്തായാലും ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആദർശം നന്ദുവും നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് മോനെ. ഇനി എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി വിജയം നമുക്ക് തന്നെ ആയിരിക്കണം. അവരുടെ മുമ്പിൽ നമ്മൾ തോൽക്കാൻ പാടില്ല. മൂർത്തിയോടുള്ള എൻ്റെ പകയും വൈരാഗ്യവും വാശിയും ഒക്കെ കാരണമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ കെട്ടിപ്പൊക്കിയത്. അയാളുടെ മുമ്പിൽ എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ, അല്ലാതെ ഇതിനൊരു അവസാനമില്ല. ഞാൻ അനുഭവിച്ച അപമാനങ്ങൾക്കും വേദനകൾക്കും ഒക്കെ അയാളോടും അയാളുടെ കുടുംബത്തോടും ഒക്കെ എനിക്ക് പകരം വീട്ടണം എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയാട്ടോ നാഗേന്ദ്രൻ. പിന്നൊരു കാര്യം, നമ്മുടെ കൂട്ടത്തിൽ നിന്നോണ്ട് നമ്മളെ ആരോ ചതിക്കുന്നുണ്ട്. അതാരാണെങ്കിലും, അത് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അവർ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ആരാണെങ്കിലും ഒരു തെളിവും അവശേഷിക്കാതെ തീർത്തേക്കണം തന്നെ തീർത്ത് പറയുകയാണ് നാഗേന്ദ്രൻ. എന്നിട്ട് അവന്തികയോടായിട്ട് പറയുന്നുണ്ട്, ഇതിനിടയിൽ എത്രയും പെട്ടെന്ന് തന്നെ അവന്തിക മോളും അനിയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം. അതിനുശേഷം മാത്രമേ മൂർത്തി ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാൻ പാടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അനിയുമായുള്ള വിവാഹം നടത്താൻ അവന്തിക ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അനി ഒരു നടക്കും അടുപ്പം കാണിക്കാത്തത് അവന്തിയേക്കും നാഗേന്ദ്രനൊക്കെ ഒരു വെല്ലുവിളിയാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അച്ഛനും മക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അനന്തപുരിയെയും അതുപോലെ മൂർത്തി ജ്വല്ലറിയൊക്കെ തകർക്കാൻ നോക്കുന്നതും അത് കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുന്നതെന്നൊക്കെയുള്ളത് അവരാരും തന്നെ മനസ്സിലാക്കുന്നുമില്ല. എന്നാൽ നന്ദുവിനെ കൊലപ്പെടുത്താനുള്ള ഇവരുടെ പ്ലാനൊക്കെ പൊളിഞ്ഞതിലുള്ള സന്തോഷം നമ്മുടെ നവ്യയ്ക്കുമുണ്ട്. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം എൻ്റെ അനിയത്തിമാരുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. നിന്നെ വിശ്വസിച്ചുകൊണ്ട് എന്തായാലും എൻ്റെ ജീവിതം ഇല്ലാതായി. എൻ്റെ അനിയത്തിമാരെങ്കിലും അവരാഗ്രഹിച്ച പോലെ നല്ല രീതിക്ക് ജീവിക്കണം. മുത്തച്ഛനെയും മുത്തശ്ശിയും അതുപോലെ ഈ തറവാട്ടിൽ താമസിക്കുന്ന എല്ലാവരോടും ഞാൻ എത്രമാത്രം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പകരമായിട്ട് എന്നെക്കൊണ്ട് കഴിയും പോലെ എല്ലാ സഹായവും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യും. മൂർത്തി ജ്വല്ലറി ഒരിക്കലും താഴോട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹം നടക്കണം. നിങ്ങളുടെ പദ്ധതികൾ ഒന്നും തന്നെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനതിനെ സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം നവ്യ അബിയുടെയും അനാമികയുടെയും സംസാരം കേൾക്കാൻ ഇടയാവുകയും എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാണിതെന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അയർലൻഡിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവന്തിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടെന്നും അനന്തപുരിയിലുള്ളവരെയെല്ലാം കയ്യിലെടുക്കാൻ വേണ്ടിയാണ് അവൾ നല്ലവെള്ള ചമഞ്ഞെന്നൊക്കെയുള്ളത് നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലാവുകയാണ്. ഒരിക്കലും അവന്തികയും അനിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്നും ഈ കല്യാണം ഒരു ട്രാപ്പാണെന്നൊക്കെ നവ്യയുടെ സുഹൃത്ത് വഴി തന്നെ വീണ്ടും അജ്ഞാത സന്ദേശം അയക്കുകയാണ് ആദർശിന്. ഈ സന്ദേശം കിട്ടുമ്പോൾ തന്നെ ആദർശ് നയനെയൊക്കെ ആലോചിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ഇങ്ങനൊരു സന്ദേശം അയച്ചത്? എന്തായാലും ഇത്രയും നാളും ഈ അജ്ഞാത സന്ദേശം അയച്ച ആള് നമ്മളെ സഹായിക്കാനാണ് നോക്കിയത്. നമുക്ക് കിട്ടിയ എല്ലാ സന്ദേശങ്ങളും കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഇതും നമുക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ തന്നെയാണ് ആദർശ് നയനും കൂടെ പറയുന്നത്. എന്തായാലും ആദർശ് ഉടനെ തന്നെ ജയനെ ഇക്കാര്യം അറിയിക്കുന്നുണ്ടെങ്കിലും നിന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും ഈ ബന്ധത്തെ അനുകൂലിക്കുന്നവരാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നുണ്ട്. അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹ നിശ്ചയം നടത്തി വെക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നതെന്ന് പറയുകയാണ്. അപ്പോഴാണ് ആദർശ ആ അജ്ഞാത സന്ദേശത്തിന്റെ കാര്യങ്ങളൊക്കെ ജയനോട് പറയുന്നതും യഥാർത്ഥ ശത്രുവിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവരെ ഈ വിവാഹ നിശ്ചയം നടത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ്. ഇക്കാര്യം മുത്തശ്ശിയൊക്കെ അറിയിക്കണമെന്നും ഈ വിവാഹത്തിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നും നാഗേന്ദ്രന്റെ എന്തോ ഒരു കുരുട്ടുബുദ്ധി ഇതിന്റെ പിന്നിലും ഉണ്ടെന്നൊക്കെ ആദർശ് പറയുകയാണ്. അതുപോലെ തന്നെ അവന്തികയുടെ സ്വഭാവത്തിലെ മാറ്റവും നമ്മൾ കണക്കിലെടുക്കണമെന്നും വീണ്ടും ഒരു ഊരാക്കുടുക്കിലേക്ക് നമ്മുടെ അനിയെ തള്ളിവിടാൻ പാടില്ല എന്നൊക്കെ ആദർശ് ഇച്ചിരി ഗൗരവത്തോടെ തന്നെ ജയനോട് പറയുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അച്ഛനോട് ഇതേപ്പറ്റി സംസാരിക്കാൻ മോനെ. അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയില്ല.
കാരണം അവന്തിക മോളും അനിയും തമ്മിൽ ഒന്നിക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു എതിരഭിപ്രായമില്ല. അവന് പറ്റിയ പെണ്ണ് തന്നെയാണ് അവന്തിക. എന്തായാലും ഈ വിവാഹ നിശ്ചയം കുറച്ച് നാൾ കഴിഞ്ഞു മതി എന്നുള്ള കാര്യം ഞാൻ എന്തായാലും അച്ഛനോട് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ജയൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ജയൻ ഈ കാര്യങ്ങളെക്കുറിച്ച് മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ വലിയ ഗൗരവം കളിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ആദർശൻ നയനയും ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. അതിനുശേഷം അനിയും അവന്തികയും തമ്മിലുള്ള കല്യാണത്തിന്റെ കാര്യം ഇപ്പൊ ഹോൾഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ അവന്തിക വിളിച്ചിട്ട് നാഗേന്ദ്രനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതറിയുന്ന നാഗേന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പിന്നെ ഇങ്ങനൊരു കാര്യം ആയതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അടങ്ങിയിരിക്കുകയാണ്. പിന്നീടും അവന്തികയും അബിയൊക്കെ ഇതേപ്പറ്റി സംസാരിക്കുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. അനിയേട്ടനോട് എനിക്ക് ഇങ്ങനെ ഒരു സ്നേഹമുണ്ടെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോഴുള്ള ആ ഒരു ആവേശമൊന്നും ഇപ്പൊ ആർക്കും ഇല്ലെന്നും അനിയേട്ടനെ എതിർത്തിട്ടും ഈ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ തീരുമാനിച്ചതാ മുത്തശ്ശൻ. എന്നിട്ടും ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീക്കി വെക്കുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുക കേട്ടോ. ഇപ്പൊ ആരും തന്നെ ഇതിനെ അത്ര കാര്യമായിട്ട് കാണുന്നില്ല. എന്റെ ആഗ്രഹം നടക്കാതെ പോകുമെന്നൊക്കെ എനിക്ക് നല്ല ഭയമുണ്ടെന്നൊക്കെ പറയുകയാണ് അവന്തിക. അപ്പൊ അഭി പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെയാ മോളെ എനിക്കും തോന്നുന്നത്. എനിക്ക് ഇക്കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. നമ്മുടെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമാണ്. ജൂനിയറുടെ യഥാർത്ഥ MD അച്ഛനാണെന്നുള്ള സൂചന ആദർശന് കിട്ടിയെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛനെ ഇവർ തിരിച്ചറിയുന്നതിന് മുമ്പായിട്ട് തന്നെ നിന്റെയും അനിയുടെയും കല്യാണം നടക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചത്. എങ്കിലേ നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും ഒക്കെ നമ്മുടെ കാൽക്കീഴിലാവുകയുള്ളൂ. അത് നടക്കാതെ പോയാൽ നമ്മൾ ചെയ്ത പ്ലാനിങ് ഒക്കെ വെറുതെ ആയി പോകുന്നൊക്കെ അബി ഇങ്ങനെ പറയുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ നീ ഇതിനെ മുന്നിട്ടിറങ്ങണം അവന്തികയെ. നീ മുത്തശ്ശനെ കുറച്ചും കൂടി സ്വാധീനിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അബി. ഞാൻ എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അബിയേട്ടാ. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ നിർബന്ധിക്കാനാ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇതിൽ നിന്ന് ഞാൻ തോറ്റു പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അനിയേട്ടനെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ തന്നെ അവന്തിക തീർത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന നവ്യയ്ക്കും ആകെ ഒരു പേടിയാവുകയാണ് കേട്ടോ. അനിയും അവന്തികയും നാഗേന്ദ്രയും കൂടി ഒത്തു കളിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും ഒക്കെ കൈക്കലാക്കാൻ വേണ്ടിയാണെന്ന് നവ്യയ്ക്ക് മനസ്സിലാവുകയും നവ്യ ഈ വിവരങ്ങളെല്ലാം തന്നെ സുഹൃത്തിനെ അറിയിച്ച് വീണ്ടും ആദർശിന് ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ അറിയുന്ന ആദർശ് ഇനിയും ഇതിനെ തുടർന്നു പോകാൻ അനുവദിക്കാൻ പാടില്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ നാഗേന്ദ്രനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി പുതിയ പദ്ധതികൾ നന്ദുവുമായി ചേർന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ ജ്വല്ലറിൽ നിന്നുകൊണ്ട് ആദർശയും നന്ദുവിനും ഒക്കെ വേണ്ട സന്ദേശങ്ങൾ അയച്ചു കൊടുത്തിരുന്നത് നവ്യ ആണെന്നുള്ള വിവരം നന്ദു തന്നെ കണ്ടുപിടിക്കുകയും നവ്യയുമായി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവ്യേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള നീക്കങ്ങൾ ഉണ്ടായത് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല എന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അബി എന്ന ചതിയനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, ഒരുപാട് ഞാൻ അവനെ സ്നേഹിച്ചു. എൻ്റെ അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളെ പോലും ഞാൻ ഒഴിവാക്കിയിട്ട് അവന് വേണ്ടി ഞാൻ ജീവിച്ചു. അവന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു. എന്നിട്ടും അവനൊരു കൊടും ചതിയനാണെന്ന് ഞാൻ തിരിച്ചറിയാൻ ഒരുപാട് വൈകിയെന്നും അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയും പോലെ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചതാണെന്നും പറയുന്നുണ്ട് നവ്യ. അങ്ങനെ നവ്യയുടെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ് നവ്യനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും അതുപോലെ നവ്യനെ ഒന്ന് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നന്ദു. നവ്യേച്ചി കറക്റ്റ് സമയത്ത് ആദർശേട്ടൻ ആ സന്ദേശം അയച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഭൂമിയിൽ ആദർശേട്ടൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്നെ അവർ കൊന്നു തള്ളിയേനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടത്തോടെ തന്നെ ഒരു നന്ദി എന്നോണം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദു. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, മോളെ ഞാൻ കാരണം ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾക്കൊക്കെ പരിഹാരം എന്നോണോ ഞാനിപ്പോൾ നിങ്ങളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ അവന്തിയും അനിയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല മോളെ. അനിയുമായിട്ടുള്ള ജീവിതം നീ ഒരുപാട് സ്വപ്നം കണ്ടതാണെന്നും നീ ഒരുപാട് കൊതിച്ചാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് നിന്റെയും അനിയുടെയും വിവാഹം വേണം നടക്കാൻ. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ചേച്ചി തയ്യാറാണ്. അതുകൊണ്ട് മോൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ടെന്നും മോൾ ആഗ്രഹിച്ച പോലെ തന്നെ അനിയുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കും എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് നവ്യ. അങ്ങനെ അതിനുശേഷം നാഗേന്ദ്രയെ കൊടുക്കാനുള്ള പദ്ധതികളൊക്കെ നന്ദുവും ആദർശവും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ. അന്ന് ആ ഗുണ്ടയുടെ ഫോണിൽ നിന്നും എടുത്ത ഫോൺ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് നാഗേന്ദ്രനെ അയാളുടെ ഹോട്ടലിൽ നിന്നും തന്നെ പിടികൂടുകയാണ് നന്ദു. നാഗേന്ദ്രന്റെ ഫുൾ ഹിസ്റ്ററിയും നന്ദു കണ്ടെത്തിയെടുക്കുകയാണ്. തറവാട്ടിൽ നിന്ന് അയാളെ അപമാനിച്ച് ഇറക്കി വിട്ടതിന് ശേഷം അയാൾ എവിടെയായിരുന്നു എന്നും അയാൾ എങ്ങനെയാണ് ഇതുപോലൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയതെന്നും ദുബായിൽ വെച്ച് അയാളുടെ ശരിക്കുള്ള ബിസിനസ് എന്തായിരുന്നുവെന്നും കള്ളക്കടത്ത് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നന്ദു കണ്ടെത്തിയെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നാഗേന്ദ്രൻ അവന്തിയും അബിയുമായിട്ട് ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ടെന്നും അവരെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്നത് നാഗേന്ദ്രനാണെന്നും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തുകയാണ് അബിയും നന്ദുവും കൂടെ. എന്നാൽ ജലജ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
നാഗേന്ദ്രനാണ് എൻ ജ്വല്ലറിയുടെ MD എന്നും അയാളുടെ തിരിച്ചുവരവാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരിയൊക്കെ തകർക്കാൻ വേണ്ടി അയാൾ കച്ചകെട്ടി ഇറങ്ങിയതാണെന്നും ഡേവിഡിനെ മുൻനിർത്തിക്കൊണ്ട് അയാളായിരുന്നു എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജലജ ഒരുപാട് വൈകിയാണ് കേട്ടോ അറിയുന്നത്. ഇതൊക്കെ അറിയുമ്പം ജലജയ്ക്ക് ഒരുപാട് വിഷമാവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം തൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ചേർന്നാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചിരുന്നു എന്നും തന്നെ ഇതിൽ നിന്നും എല്ലാം ഒഴിവാക്കിയെന്നൊക്കെ അറിയുമ്പോഴേക്കും ജലജയ്ക്കും അതറിയുമ്പോൾ ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രയും അബിയും ഡേവിഡിനെയൊക്കെ നന്ദു അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ജ്വല്ലറിയിലെ തിരിമറി നടത്തിയതിൻ്റെ പേരിലും കള്ളക്കടത്ത് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഡയമണ്ട് ആഭരണങ്ങളിൽ കൃത്രിമം കാണിച്ച് വിൽക്കുന്നതും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് വിറ്റതിനും കൊലക്കുറ്റത്തിനും അങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ 3 പേരെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയാണ് നന്ദു. അനഘയോടും തൻ്റെ ചേച്ചിയോടും കാണിച്ച ക്രൂരതയ്ക്കും ചതിക്കും അതുപോലെ തന്നെ അനഘയെ കൊല്ലാൻ നോക്കിയതിലുമൊക്കെ ആബിക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്ദു. അങ്ങനെ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും നല്ല ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കുകയാണ് നന്ദു. മൂർത്തീസ് ജ്വല്ലറിയുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി അവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തന്നെ മുത്തശ്ശൻ ആഗ്രഹിച്ചതുപോലെ നയനെയും കൂട്ടി ആദർശ തിരികെ അനന്തപുരി തറവാട്ടിൽ എത്തുകയാണ്. അധികം വൈകാതെ തന്നെ എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം പൂട്ടിക്കെട്ടി സീൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശന്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് മേലുദ്യോഗസ്ഥരെ കണ്ട് ഡേവിഡിനും നാഗേന്ദ്രയ്ക്കും കിട്ടുന്നതിന്റെ പരമാവധി ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കുകയാണ്. അവർ ജീവിതാവസാനം വരെ ജയിലിൽ തന്നെ കിടക്കണമെന്നും അവരിനി പുറം ലോകം കാണാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നാൽ തറവാട്ടിൽ നിന്നുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾക്ക് കൂട്ടുനിന്ന അബിയെയും അവന്തികയും ജലജയൊക്കെ മുത്തശ്ശൻ തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാം കൊണ്ടും തകർന്നു പോയ നവ്യനെ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. മുത്തശ്ശനും ജയനും അജയനും ആദർശും നയനയും ഉൾപ്പെടെ എല്ലാവരും നവ്യയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. നവ്യയുടെ ഇഷ്ടം പോലെ നവ്യയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും അതിനി ആരും ഒരു തടസ്സമാവില്ലെന്നും അതുപോലെ ഇനിയുള്ള കാലം നവ്യയ്ക്ക് എവിടെ ജീവിക്കാനാണോ ആഗ്രഹം അവിടെ ജീവിക്കാമെന്നും ജലജയ്ക്കും അബിക്കും ഒക്കെ കൊടുക്കാനായിട്ട് മാറ്റിവെച്ചിരുന്ന ആ ഒരു സ്വത്തുക്കൾ മുഴുവൻ നവ്യയുടെയും കുഞ്ഞിൻ്റെയും പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശൻ. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെയും അനന്തപുരം തറവാടിൻ്റെയും പഴയ ഒരു പ്രശസ്തിയും പ്രൗഢിയും ഒക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾക്കൊടുവിൽ എല്ലാവരും വീണ്ടും സന്തോഷത്തിലായിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്